ദാമ്പത്യ ജീവിതത്തിൽ വിജയിക്കാൻ, മണിയറ റാഹത്താകാൻ, ഭാര്യ പ്രതീക്ഷിക്കുന്ന ഭർത്താവും ഭർത്താവ് പ്രതീക്ഷിക്കുന്ന ഭാര്യയെയും അള്ളാഹു നമുക്ക് നൽകാൻ അത്ഭുതകരമായ ചില വിഷയങ്ങൾ, ചില ടിപ്സുകൾ നമ്മൾ പഠിക്കുകയാണ്. ഏതാണെന്നറിയാനും എങ്ങനെയാണെന്നറിയാനും മജ്‌ലിസ് മുഴുവനായും കേൾക്കുക, ലിങ്ക് മറ്റുള്ളവരിലേക്ക് എത്തിച്ചെടുക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله وكفى وسلام على عباده الذين اصطفى أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്‌ലിസിനെ സ്വീകരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സന്തോഷം, സമാധാനം, റാഹത്ത് നൽകട്ടെ. ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ സാമ്പത്തിക, ശാരീരിക, മാനസിക, പൈശാചികമായ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ. ദുആ വസിയത്ത് ചെയ്ത ധാരാളം സഹോദരങ്ങളുണ്ട്. അല്ലാഹു എല്ലാവരുടെയും മുറാദ് ഹാസിലാക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ദാമ്പത്യ ജീവിതം, വിവാഹ ജീവിതം എന്നുള്ളത്. യഥാർത്ഥത്തിൽ വിവാഹ ജീവിതം എന്നുള്ളത് അതിൻ്റെ ലക്ഷ്യം എന്താണ്? ഒരുപാട് ലക്ഷ്യങ്ങൾ വിവാഹത്തിന് പരിശുദ്ധമായ ഇസ്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളത്. എന്തിനാണ് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത്? ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനും ആത്മീയമായും ശാസ്ത്രീയമായും ഒരുപാട് ലക്ഷ്യങ്ങളും ഗുണങ്ങളും നമുക്ക് കാണാൻ കഴിയും. പരിശുദ്ധമായ ഇസ്ലാം തന്നെ പറയുന്നു, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിൻ്റെ ഒരുപാട് ലക്ഷ്യങ്ങൾ. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാൻ, നമ്മെ ഖബറിൽ വെച്ചാൽ നമുക്ക് വേണ്ടി ദുആ ചെയ്യാൻ, നാളെ പരലോകത്ത് നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യാൻ, നമ്മെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ മക്കളുണ്ടാകണം. വാർദ്ധക്യത്തിൽ നമുക്ക് ഭക്ഷണവും മരുന്നും നൽകാൻ നമ്മുടെ പ്രിയപ്പെട്ട മക്കളുണ്ടാകണം. ഇതൊക്കെ ലക്ഷ്യങ്ങളാണ്. ശാരീരികമായ ഉന്മേഷം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിലൂടെ ലഭിക്കുന്നു എന്നുള്ളത് ശാസ്ത്രീയമായും തെളിയിക്കപ്പെട്ടിട്ടുള്ള വിഷയമാണ്. ധാർമ്മികമായ ഒരുപാട് ലക്ഷ്യങ്ങൾ മറുവശത്ത് നമുക്ക് കാണാൻ കഴിയും. മൻ തസവ്വജ ബിംറഅത്തിൻ ഫഖദ് അഹ്റദ സുലസൈ ദീനി. ഒരാൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന്റെ ദീനിന്റെ 2/3 ഭാഗം പൂർത്തീകരിക്കപ്പെട്ടു. ഹറാമിലേക്ക് പോകൂല, സ്വയംഭോഗത്തിലേക്ക് പോകൂല, പ്രകൃതി വിരുദ്ധ ലൈംഗികതയിലേക്ക്, സ്വർഗരതിയിലേക്ക് പോകൂല. ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ലക്ഷ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പരിശുദ്ധമായ ഇസ്ലാം നമുക്കറിയാം, ഒരു മനുഷ്യൻ ജനിച്ചാൽ അവന്റെ ജനനം മുതൽ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്നാണ്. തൊട്ടിൽ മുതൽ കട്ടിൽ വരെയുള്ള A to Z കാര്യങ്ങൾ എങ്ങനെയാകണം എന്ന് പഠിപ്പിച്ച പരിശുദ്ധമായ ഇസ്ലാം ലൈംഗികമായ വിഷയങ്ങളിലും ശാരീരിക ബന്ധത്തിലും ഒരുപാട് വിഷയങ്ങൾ നമുക്ക് നിർദ്ദേശിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ പരിശോധിക്കുകയാണ്. ഒന്നാമത്തെ വിഷയം നിയ്യത്ത് വെക്കുക എന്നുള്ളതാണ്. നമ്മൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ നിയ്യത്ത് വെക്കണം. ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്. നമ്മൾ നിയ്യത്ത് വെക്കുമ്പോൾ അള്ളാഹു നമുക്കതിൽ പ്രതിഫലം നൽകും. ശാരീരിക ബന്ധത്തിൽ പോലും അള്ളാഹു നമുക്ക് പ്രതിഫലം നൽകും. എന്തൊക്കെ നിയ്യത്ത് വെക്കാം? നമുക്കറിയാം, എല്ലാ നിയ്യത്തും അത് എത്തിച്ചേരുന്നത് ലില്ലാഹി തആല, അള്ളാഹു തആലയിലേക്കാണ്. അള്ളാഹുവിന് വേണ്ടി എന്നുള്ള കരുതൽ. ലില്ലാഹി തആലയിൽ ഉൾപ്പെടുന്ന ചില നിയ്യത്തുകൾ നമ്മൾ പരിശോധിക്കുകയാണ്. അള്ളാഹുവേ, മക്കളുണ്ടാകുന്നതിന് വേണ്ടി ഞാനിതാ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു എന്നൊരു കരുതൽ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അത് ലില്ലാഹി തആലയിൽ ഉൾപ്പെടും. എൻ്റെ ശരീരത്തെ നിയന്ത്രിക്കാൻ, ഹറാമിൽ നിന്ന് നിയന്ത്രിക്കാൻ നീ ഹലാലാക്കിയ ബന്ധത്തിൽ ഞാൻ ഏർപ്പെടുന്നു. ഒരാൾ നിയ്യത്ത് വെക്കുമ്പോൾ അത് ലില്ലാഹി തആലയിൽ ഉൾപ്പെടും. സുന്നത്ത് റസൂലില്ല, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തിനെ ഞാൻ കരുതുന്നു എന്ന് നിയ്യത്താക്കിയാൽ ലില്ലാഹി തആലയിൽ പെടും. ഉമ്മത്തിൻ്റെ വർധനവിന് വേണ്ടി എന്ന് നിയ്യത്താക്കിയാൽ ലില്ലാഹി തആലയിൽ പെടും. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പൊരുത്തത്തിന് വേണ്ടിയിട്ടുള്ള ഒരു നിയ്യത്ത് നമ്മുടെ മനസ്സിൻ്റെ അകത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു വിഷയം എന്നുള്ളത്, ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിൻ്റെ മുമ്പ് അവരുമായി നമ്മൾ കളിക്കുക, കുസൃതി കാണിക്കുക,
ചുംബിക്കുക, സംസാരിക്കുക എന്നുള്ളതാണ്. ഫോർ പ്ലേ എന്നാണ് ശാസ്ത്രം അതിന് പറയുക. ഇമാം നവവി റഹിമഹുല്ല പറയുന്നു, യുസന്നു മുലാഅബത്തുഹു സൗജാ, ഭാര്യയുമായി ചെറിയ ചെറിയ കളിതമാശകളിൽ ഏർപ്പെടുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ് എന്ന് പരിശുദ്ധമായ ഇസ്ലാം. ജാബിർ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, നബിയെ, ഞാൻ കല്യാണം കഴിക്കാൻ പോവുകയാണ്. പെണ്ണാരാണെന്ന് ചോദിച്ചു. ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ്, അല്ല ജാബിറെ, നിനക്കൊരു ബിക്റിനെ കല്യാണം കഴിച്ചുകൂടായിരുന്നോ? നിന്റെ പ്രായത്തിനോട് കളിക്കാനും രസിക്കാനും സംസാരിക്കാനും ചെറിയ ചെറിയ പിണക്കങ്ങൾ നടത്താനും നിന്റെ പ്രായത്തിനനുസരിച്ചൊരു പെണ്ണിനെ നിനക്ക് കല്യാണം കഴിക്കാമായിരുന്നില്ലേ എന്ന് ജാബിർ റളിയല്ലാഹു തആല അൻഹു പറയാണ്. ഇന്ന് പല ആളുകളും കാര്യം സാധിച്ച് തിരിച്ചു പോകുന്നൊരു പതിവ് മണിയറക്കകത്ത് കാണുന്നുണ്ട് എന്നുള്ളതൊരു സത്യമാണ്, ഒരു വസ്തുതയാണ്. അതുകൊണ്ടാണ് പലപ്പോഴും അങ്ങനെയുള്ള ശാരീരിക ബന്ധം മാത്രമായി നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞുകൂടുമ്പോൾ സംഭവിക്കുന്നത് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള ന്യൂനതകൾ, കുറവുകൾ, പോരായ്മകൾ അത് പരിഹരിക്കാൻ നമുക്ക് കഴിയാതെ വരും. അതിൽ വിട്ടുവീഴ്ച ചെയ്യാൻ നമുക്ക് കഴിയാതെ വരും. അതിൽ ക്ഷമിക്കാൻ നമുക്ക് കഴിയാതെ വരും. എന്നാൽ മുലാഅബത്തുഹു സൗജയുണ്ടെങ്കിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിൻ്റെ മുമ്പ് നന്നായി അവർ രസിക്കുകയും സുഖിക്കുകയും കളിതമാശ പറയുകയും ചുംബിക്കുകയും കുസൃതി കാണിക്കുകയൊക്കെ ചെയ്യുന്ന അങ്ങനെ ഒരു ശാരീരിക ബന്ധമാണെങ്കിൽ അത് ഖൈറാണ്, അത് വളരെയധികം ബറക്കത്താണ്, ദാമ്പത്യ ജീവിതത്തിൻ്റെ വിജയത്തിന് വളരെയധികം കാരണമാകുമെന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. മൂന്നാമത്തെ ഒരു വിഷയം എന്നുള്ളത് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിൻ്റെ മുമ്പ് അത്ഭുതകരമായൊരു ദിക്ർ നമ്മൾ ചൊല്ലുക എന്നുള്ളതാണ്. ബിസ്മില്ലാഹി അല്ലാഹുമ്മ ജന്നിബ്ന ശൈത്വാൻ വജന്നിബിശ് ശൈത്വാന ഫീമാ റസഖ്തനാ എന്നുള്ള ദിക്ർ. ഈ ദിക്ർ മുത്തുനബി തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചതാണ്. രണ്ട് വിഷയങ്ങളാണ് ഇതിലുള്ളത്. ഒന്ന്, ബിസ്മില്ലാ, അള്ളാഹുവിൻ്റെ ഇസ്മ കൊണ്ട് തുടങ്ങുന്നു എന്നുള്ള ബറക്കത്താണ്. മറ്റൊന്ന്, ശൈത്വാനിൽ നിന്ന് കാവല് തേടുക എന്നുള്ളതാണ്. നമുക്ക് ജനിക്കാൻ പോകുന്ന ഒരു കുഞ്ഞ്, ഈ ശാരീരിക ബന്ധത്തിൽ നമുക്കൊരു കുഞ്ഞ് ജനിക്കുകയാണെങ്കിൽ അൽഹംദുലില്ലാഹ് ആ കുഞ്ഞിൽ ബറക്കത്തുണ്ടാകാൻ ഈ ഒരു ദിക്ർ കാരണമാകും. ആ കുഞ്ഞിൽ നിന്ന് ശൈത്വാനിൻ്റെ എല്ലാ ഫിത്നയും ഇല്ലാതെയാകാൻ ഈ അത്ഭുതകരമായ ദിക്ർ കാരണമാകുമെന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. അതുകൊണ്ട് ഈ ദിക്ർ നമ്മൾ മറന്നു പോകാൻ പാടില്ല എന്നുള്ളതാണ്. നാലാമത്തെ ഒരു വിഷയം, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ പല ആളുകൾക്കും സംശയമുള്ളതാണ് ഏതൊക്കെ പൊസിഷൻ സ്വീകരിക്കാൻ പറ്റുമെന്നുള്ളത്. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഫഅ്തു ഹർസക്കും അന്നാ ശിഅ്തും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൊസിഷൻ നിങ്ങൾ സ്വീകരിച്ചോ. പഴയ കാലഘട്ടത്തിൽ ജൂതന്മാർക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, പിറകു വശത്തുകൂടി പ്രവേശിപ്പിക്കുന്ന ആ ഒരു പൊസിഷൻ പാടില്ല എന്നുള്ളത്. പരിശുദ്ധമായ ഇസ്ലാം അതിനെ എതിർത്തു. ഫഅ്തു ഹർസക്കും അന്നാ ശിഅ്തും, പൊസിഷൻ ഏതും സ്വീകരിക്കാം, പക്ഷേ യോനിയിലൂടെയാകണം, മലദ്വാരത്തിലൂടെ ആകാൻ പാടില്ല. അപ്പൊ ഏത് പൊസിഷനും സ്വീകരിക്കാമെന്ന് പരിശുദ്ധമായ ഇസ്ലാം ആ വിഷയത്തിൽ പഠിപ്പിക്കുകയാണ്. വ്യത്യസ്തമായ പൊസിഷനുകൾ ദാമ്പത്യ ജീവിതത്തിൽ കൊണ്ടുവരിക എന്നുള്ളത് ദാമ്പത്യ ജീവിതം സുന്ദരമാകാൻ, ലൈംഗികത സുന്ദരമാകാൻ, മനോഹരമാകാൻ, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ മഹബത്ത് വർദ്ധിക്കാൻ, തൃപ്തിപ്പെടാൻ, പരസ്പരം സന്തുഷ്ടരാകാൻ കാരണമാകുമെന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. അഞ്ചാമതായി ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, രണ്ട് ജിമാ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരാൾ തൻ്റെ ഭാര്യയെ സമീപിച്ചു, കുറച്ചു കഴിഞ്ഞ് വീണ്ടും സമീപിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ കുളിക്കുന്നതും ഉളൂ എടുക്കുന്നതും സുന്നത്താണ്. രണ്ട് ജിമാഉകൾക്കിടയിൽ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഉന്മേഷമുണ്ടാകും, കൂവത്തുണ്ടാകും, തൃപ്തിപ്പെടാൻ സഹായിക്കും എന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചു, ഇദാ അത അഹദുകും മഹ്ലഹു തുമ്മ അറാദ അൻ യഊദ ഫൽയതവല്ല, ഒരാൾ തൻ്റെ ഭാര്യയെ സമീപിച്ചു, രണ്ടാമത് വീണ്ടും സമീപിക്കാൻ ഉദ്ദേശിച്ചാൽ അവൻ ഉളൂ എടുക്കട്ടെ,
കുളിക്കുന്നതാണ് അഫ്ളല്. ഏറ്റവും ചുരുങ്ങിയത് വുളു എങ്കിലും എടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ആറാമതായി നമ്മൾ ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത് കുളി നിർബന്ധമാകുന്നൊരു സന്ദർഭമാണിത് എന്നുള്ളതാണ്. കുളി നിർബന്ധമാവുക ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ രണ്ട് രൂപത്തിലാണ്. ഒന്ന് പുരുഷന്റെയോ സ്ത്രീയുടെയോ ഇന്ദ്രിയം പുറപ്പെടുമ്പോൾ, മനീയ പുറപ്പെടുമ്പോൾ പുരുഷന് കുളി നിർബന്ധമാകും, അല്ലെങ്കിൽ സ്ത്രീയുടെ പുറപ്പെട്ടാൽ സ്ത്രീക്ക് കുളി നിർബന്ധമാകും. ഇനി പുറപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും നിർബന്ധമാകുന്ന മറ്റൊരു രൂപമുണ്ട്, പുരുഷന്റെ ഹഷ്ഫ, അതായത് പുരുഷന്റെ ലിംഗത്തിൻ്റെ അഗ്രഭാഗം സ്ത്രീയുടെ യോനിയിൽ പ്രവേശിക്കുക എന്നുള്ളതാണ്. അങ്ങനെ സംഭവിച്ചാൽ സ്കലിച്ചിട്ടില്ലെങ്കിൽ പോലും, ഇന്ദ്രിയം പുറപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും കുളി നിർബന്ധമാകും എന്നുള്ളതാണ്. പലർക്കും അറിയാത്തൊരു വിഷയമാണിത്, സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. ഏഴാമത്തെ ഒരു വിഷയം എന്നുള്ളത് ആർത്തവ സമയത്ത് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാതിരിക്കുക എന്നുള്ളതാണ്. അത് ഹറാമാണ്. അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞത് കുൽഹുവ അദൻ, അത് വളരെ മോശമാണ് എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് മോശമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്തൊരുപാട് യുക്തിയുണ്ടാകും. സ്ത്രീകൾക്ക് തൃപ്തിയില്ലാത്തൊരു സന്ദർഭമായിരിക്കും. പുരുഷനും ഒരുപക്ഷെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ വളരെയധികം അസംതൃപ്തിയും പൊരുത്തമില്ലായ്മയും വെറുപ്പും മറുപ്പും തോന്നാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ശാരീരികമായ പ്രയാസങ്ങൾക്കും അത് കാരണമാകുമെന്നുള്ളതാണ്. മുട്ടുപൊക്കൾ ഒഴികെയുള്ള ഭാഗത്ത് സുഖമെടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. മുട്ടുപൊക്കളിൻ്റെ ഇടയിലുള്ള ഭാഗത്ത് സ്പർശിച്ചുകൊണ്ടും ചുംബിച്ചുകൊണ്ടും സുഖമെടുക്കുന്നതും ഭാര്യയുമായി സഹവസിക്കുന്നതും ആർത്തവ സമയത്ത് പാടില്ല എന്നുള്ളതാണ് പരിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നതും നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുന്നതും. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ അംഗീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. എട്ടാമതായി ഓർമ്മപ്പെടുത്താനുള്ളത് ദാമ്പത്യ ജീവിതത്തിൽ, സെക്സ് ജീവിതത്തിൽ നമ്മുടെ മണിയറ രഹസ്യങ്ങൾ പുറത്തു പറയാതിരിക്കുക എന്നുള്ളതാണ്. ചില ആളുകൾ ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും ആ രഹസ്യങ്ങളെ തൻ്റെ കൂട്ടുകാരുടെ മുമ്പിൽ അഭിമാനത്തോടെ പറഞ്ഞുകൊണ്ട് അതിൽ സന്തോഷം കണ്ടെത്തുകയും ചെയ്യുന്ന ചില വിരുദ്ധന്മാരുണ്ട്. ആണുങ്ങളുണ്ടാകാം, പെണ്ണുങ്ങളും ഉണ്ടാകാം. മണിയറ രഹസ്യങ്ങൾ, മണിയറ ഫോട്ടോസുകൾ പങ്കുവെച്ചുകൊണ്ട് അതിൽ സുഖം കണ്ടെത്തുന്നവരുണ്ടാകാം. ഭാര്യമാരെ വരെ മറ്റുള്ളവർക്ക് പങ്കുവെച്ചുകൊണ്ട് സുഖം കണ്ടെത്തുന്ന കാലഘട്ടമാണ്. നഊദു ബില്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുന്നു, അശ്റുൻ നാസി ബിയൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളില് ഏറ്റവും മോശമായി കടന്നു വരുന്ന ആള് തൻ്റെ ഭാര്യയുടെ മണിയറ രഹസ്യം പുറത്തു പറഞ്ഞവനാണ് എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുക. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് എട്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒമ്പതാമതായി ഈ ഒരു വിഷയത്തിൽ നമ്മൾ പരിചയപ്പെടുന്നത് അത്ഭുതകരമായൊരു ദിക്റാണ്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. അല്ലാഹുവിൻ്റെ ഇസ്മുകളെ കൊണ്ട് നിങ്ങൾ ദുആ ചെയ്താൽ നിങ്ങൾക്ക് നല്ല ഫലം കിട്ടും. പല ഇസ്മുകളും പല അർത്ഥം വരുന്ന ഇസ്മുകളാണ്. ചില ആവശ്യങ്ങൾക്ക് ആ ആവശ്യങ്ങളോട് യോജിച്ച ഇസ്മുകൾ ചൊല്ലിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഫലം കിട്ടുമെന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. ആ രൂപത്തിൽ വദൂദ് എന്നുള്ള ഇസ്മിനെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിൻ്റെ തൊട്ടു മുമ്പ് ചുണ്ടുകൾ ചേർത്ത് വെച്ച് ഭാര്യയും ഭർത്താവും യാ വദൂദ് യാ ബുദ്ദൂ എന്ന് 20 പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ ആ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള സ്നേഹത്തെ പിരിക്കാൻ ലോകത്തൊരാൾക്കും കഴിയില്ല. നല്ല ശക്തമായ പ്രണയം, നല്ല സ്നേഹം, നല്ല അടുപ്പം, നല്ല ഐക്യം അവർക്കിടയിലുണ്ടാകുമെന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. പത്താമതായി ഏറ്റവും ഒടുവിൽ അത്ഭുതകരമായ ഒരു പ്രാർത്ഥന നമ്മൾ പരിചയപ്പെടുകയാണ്. ഭാര്യയും ഭർത്താവും പരസ്പരം സ്നേഹമുണ്ടാകാനും ഭർത്താവിന് ഇഷ്ടപ്പെട്ട ഭാര്യയായി ഭാര്യ മാറാനും ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭർത്താവായി ഭർത്താവ് മാറാനും
മക്കൾക്ക് ഇഷ്ടപ്പെട്ട മാതാപിതാക്കളായി ആ ദമ്പതിമാർ, ആ ഉമ്മമാർ, ഉപ്പമാർ മാറാൻ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ച അത്ഭുതകരമായൊരു പ്രാർത്ഥന, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വസുരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. 5 നേരം നമസ്കാര ശേഷവും ഈ പ്രാർത്ഥന കൊണ്ടുവന്നാൽ നല്ല ഭർത്താക്കന്മാരെ നമുക്ക് കിട്ടും, നല്ല ഭാര്യമാരെ കിട്ടും, മക്കൾക്ക് ഇഷ്ടപ്പെട്ട മാതാപിതാക്കളായി നമുക്ക് മാറാൻ കഴിയും, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അടിമകളായി നമുക്ക് മാറാൻ കഴിയും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു പ്രാർത്ഥന പതിവാക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദാമ്പത്യ വിജയത്തിന് വേണ്ടി ഒരുപാട് ടിപ്സുകൾ നമുക്ക് ചൊല്ലാനുള്ളത്, നമുക്ക് ചെയ്യാനുള്ളത് ഒരുപാട് നമുക്ക് ഇനിയും സംസാരിക്കാനുണ്ട്. മറ്റു മജ്ലിസുകളിൽ നമ്മൾ സംസാരിക്കും ഇൻഷാ അല്ലാഹ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.